ഒരാൾ കഷ്ടപ്പെട്ട് വരുമ്പോൾ ഞങ്ങൾ ആരും ഇന്നവരെന്നോ നിങ്ങൾ ചോദിച്ചു പോകേണ്ടി ഏതെങ്കിലും ഒരു KMCC നേതാവ് ഒരു സ്ഥലത്ത് പോയിട്ട് നോ എന്ന് പറഞ്ഞാൽ ചരിത്രം ഉണ്ടാവില്ല. പ്രളയമായിക്കട്ടെ, കോവിഡ് ആവട്ടെ, യുദ്ധങ്ങളാവട്ടെ, ഈ 3 സമയങ്ങളിലും ഈ തൊട്ടടുത്ത ഏതാനും വർഷങ്ങളിൽ KMCC കാണിച്ചിട്ടുള്ള സന്നദ്ധ സേവനമുണ്ട്. ഇനി ആ കോവിഡിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അൻവർ നഹാസ് സാഹിബ് പറയും. അൻവർ നഹാസ് സാഹിബ് കുറച്ച് കടുപ്പിടുത്തൊക്കെ ഉള്ള മനുഷ്യനാണ്. കുറച്ച് ആധികാരികമായിട്ടേ പറയുള്ളൂ, അങ്ങനെയൊന്നും പറയില്ല. എല്ലാ രേഖകളും കൃത്യമായി സൂക്ഷിച്ചിട്ടാണ് പറയുക. അപ്പോൾ എനിക്ക് അതിന് മുമ്പ് ഒരു ചോദ്യം കൂടി ഉണ്ട്, ഇടയ്ക്ക് ചോദിക്കണ്ടല്ലോ. എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും 2 കാര്യങ്ങളിൽ KMCCക്ക് അത് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. ഒന്ന്, പ്രവാസി വോട്ടവകാശം. ഇത് പറയാന്നാൽ ഇന്നുവരെ നമുക്ക് യാഥാർത്ഥ്യമായിട്ടില്ല. അതുപോലെ തന്നെ എയർലൈൻസിൻ്റെ കൊള്ള. ഇപ്പം എന്തെന്നായാലും കപ്പൽ, ഞങ്ങളാണ് ആ കപ്പൽ ദുബായ് കൊച്ചിൻ കപ്പലിൻ്റെ മീഡിയ, ഞങ്ങൾ ചാനൽ 5 ആണ് അതിൻ്റെ മീഡിയ പാർട്ണർ. അതാ അനുവദിച്ച് കിട്ടിയ ജബൽ ഗ്രൂപ്പിൻ്റെ MD ഇന്ന് നമ്മളെ കൂടെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അത് വരേണ്ടി വരുന്നത് ഈ പറഞ്ഞ വിഷയം കൊണ്ടാണ്. അതെന്തെന്നാലും ആ ചൂഷണത്തിനെതിരിലും പ്രവാസികളുടെ വോട്ടവകാശത്തിന് വേണ്ടിയും എന്തൊക്കെ ചെയ്തു എന്നുള്ളതും കൂടി ഈ സംസാരത്തിനിടയിൽ വരണം. ഇടയ്ക്ക് ഞാനിനി ശല്യം ചെയ്യേണ്ട, കാരണം മുത്തറഹ്മാൻ സാഹിബിനെ പോലെയല്ല അൻവർ നഹാസ് സാഹിബ് ചിലപ്പോൾ ഇടയ്ക്ക് പൊട്ടിത്തെറിക്കും ഇടപെട്ടാരൊക്കെ. കാരണം ഒരു സ്കൂൾ അധ്യാപകൻ്റെ ചുറ്റുവട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ, അല്ല അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ സത്യത്തിൽ മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ അല്ലെങ്കിൽ ഇങ്ങോട്ട് ഷിപ്പിംഗ് തുടങ്ങാൻ പോകും, ഷിപ്പ് ലൈൻ തുടങ്ങാൻ പോവാണ് പാസഞ്ചേഴ്സ്. ഞങ്ങൾ KMCC സപ്പോർട്ട് ചെയ്യും, ഞങ്ങൾ കൂടെ. തീർച്ചയായിട്ടും വേണമല്ലോ. അപ്പോൾ അതിൻ്റെ ചെയർമാൻ നമ്മുടെ കൂടെ ഉണ്ട്, ജബൽ ഗ്രൂപ്പിൻ്റെ ആളുണ്ട്. ഞങ്ങൾ ചാനൽ 5 ആണ്, നമ്മളത് ചാനലിൻ്റെ തുടക്കത്തിൽ തന്നെ അതായിരുന്നു ചർച്ച എടുത്തു വെച്ചിരുന്നത്. അപ്പോൾ ചാനൽ 5 ആണ് അതിനു വേണ്ടി, പിന്നെ അതിന് മീഡിയ മൊത്തം ചെയ്യുന്നത്, മാർക്കറ്റിംഗ്, ഇതിൻ്റെ കാര്യങ്ങൾ നമ്മളാണ്. നമ്മുടെ ഒരു ആഗ്രഹമാണത്. ഞങ്ങൾ ചാനലിനെ പ്രവാസി മലയാളികളുടെ പിന്നെ നോക്കും, എന്താണ് പറയുക, പ്രവാസി മലയാളികളുടെ വാക്കും നോക്കുമാണ് എന്നുള്ള ഇതിൽ പ്രവാസികളുടെ മാത്രം ആയിട്ടൊരു ചാനൽ എന്ന രീതിയിലാണ് നമ്മളത് തുടക്കം തരുന്നത്. ഇടക്ക് കയറിയിട്ട് ഇടപെടേണ്ടെന്ന് കരുതിയിട്ടാണ്. ഈ നാട്ടിലേക്ക് പോകുന്ന, ഇനി തിരിച്ചു പോകുന്ന പ്രവാസികൾക്ക് ഞാനെപ്പോഴും പറയുന്നൊരു വിഷയം, മുസ്ലിം ലീഗ് പ്രസ്ഥാനമാണെങ്കിലും KMCC ആണെങ്കിലുമൊക്കെ ഈ മീൻ വാങ്ങിക്കൊടുക്കുന്ന പരിപാടി നിർത്തിയിട്ട് മീൻ പിടിക്കാൻ പഠിപ്പിക്കണം. അവരെ സ്വയം സംരംഭകരാക്കി മാറ്റാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. അല്ലാതെ ഇപ്പോൾ എന്നോട് നാളെ ഒരാൾ പറഞ്ഞത് മലബാറിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ, പ്രത്യേകിച്ച് സാമ്പത്തിക പ്രശ്നം കൊണ്ട് ആത്മഹത്യകൾ കുറവ് മലബാറിലാണ്. അതിന് വലിയൊരു കാരണം KMCC ആണെന്ന് പറഞ്ഞത്. നമുക്കൊരു വിഷയം ഉണ്ടെങ്കിൽ, സാമ്പത്തിക പ്രശ്നമുണ്ടെങ്കിൽ, കുടുങ്ങുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഒന്ന് ചെന്ന് പറഞ്ഞാൽ അത് KMCC ഉണ്ടാവും, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഉണ്ടാവും. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വലിയ എമൗണ്ട് കെട്ടിയിട്ട് കുറ്റത്തിൽ രക്ഷപ്പെടേണ്ട ആളുകൾക്ക് പോലും കോടികൾ പിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ട്. അപ്പോൾ ഇന്ന് ഈ സമയത്ത് എനിക്ക് തോന്നുന്നു വയനാടിലെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് 36 കോടിയിലെ പണവും വീടുകളും കിട്ടി. സർക്കാർ ഇപ്പോഴും കൊടുത്തിട്ടില്ല. 15,000 രൂപ അതിലെല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്കും കച്ചവടക്കാർക്ക് 50,000 രൂപയും കൊടുത്തു കഴിഞ്ഞു. അത് വളരെ സുതാര്യമാണ്. അപ്പോൾ ഇതെല്ലാം, ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഇപ്പോൾ CH സെൻ്റർ ആണെങ്കിലും ഡയാലിസിസ് സെൻ്റർ ആണെങ്കിലും എല്ലാ ഇതിന് പിന്നിലും ഈ പ്രവാസികളുടെ ഒരു കയ്യൊപ്പുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതും കൂടി ഒരു മറുപടി നാസാഹിബിൻ്റെ അടുത്തുനിന്ന് വരും. നമ്മൾ ഇപ്പം KMCC സംബന്ധിച്ച് അതിൻ്റെ ഒരു ഉത്ഭവം റഹ്മാൻക്ക് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യകാല പ്രവാസികൾ അവർ ജീവിക്കാൻ വേണ്ടി ജീവിതോപാധി തേടിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. അവരുടെ ലക്ഷ്യം ജീവിതം കരുപിടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്, മറ്റൊന്നും അവരുടെ മുന്നിലില്ല. അപ്പോൾ വരുന്ന ഓരോരുത്തരെ സംബന്ധിച്ചും ഇവർ ചിന്തിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പം 1960കളുടെ ലാസ്റ്റ് 70കളുടെ ആദ്യത്തിലൊക്കെ വൻതോതിലുള്ള ഒരു കുതിച്ചുകയറ്റം പ്രവാസി സമൂഹത്തിൽ നിന്ന് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ ഏതാണ്ട് ഒരു ദുബായിയുടെ പ്രസിഡൻ്റായി വന്ന സമയത്ത് നമ്മളിങ്ങനെ ആലോചിക്കുകയാണ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യകാല പ്രവാസികളും ഇപ്പോഴുള്ള പ്രവാസികളും തമ്മിലുള്ള ഒരു വ്യത്യാസത്തിൽ നിന്ന് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പം ഈ ദേരയിലെ നമ്മുടെ ഖദർ ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, നാസർ ബേപ്പൂരിനൊക്കെ അറിയാൻ പറ്റും. അവിടെയാണ് ആദ്യകാലങ്ങളിൽ എല്ലാവരും വന്നണയുക. നിങ്ങളീ പറഞ്ഞ എല്ലാ ആൾക്കാരും അവിടെ വന്നണയും. അപ്പം അവിടുന്നാണ് പിന്നെ വിസിറ്റിങ്ങിൽ വന്ന ആൾക്കാർ അവിടെ ഉണ്ടാവും, ജോലിക്ക് പോണ ആൾക്കാർ അവിടെ ഉണ്ടാവും, ഇവരെ കമ്പനിയിലേക്ക് ഇവനെ കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് ഈ ജോലികൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരുന്നത്.
ശരിക്കും പറഞ്ഞ ഒരു ഇന്നത്തെ മോഡേൺ ഭാഷയിൽ പറഞ്ഞ ഒരു ജോബ് സെല്ലിൻ്റെ ഒരു പ്രവർത്തനം അന്ന് മറ്റൊരു തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ രാവിലെ മുമ്പ് തമിഴന്മാരും ഇപ്പം ബംഗാളികൾ മണിപ്പൂരികളൊക്കെ കാണാമല്ലോ രാവിലെ റോട്ടുമല്ലേ. ഏതാണ്ട് സമാനമായ ഒരു ചിത്രമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. പിന്നീട് പിന്നെ നമ്മളിപ്പം പൊതുവിൽ പറയുന്ന പോലെ തലമുറ മാറ്റങ്ങൾ വരുന്നു, കൾച്ചർ മാറുന്നു, ഇങ്ങനെയുള്ള കൂടിച്ചേരലുകൾ കുറയുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സാന്നിധ്യങ്ങൾ മലയാളി സാന്നിധ്യം മാറി ആന്ധ്ര സാന്നിധ്യങ്ങളായിട്ട് വരികയാണ്. മലയാളികൾ അങ്ങനെ കൂടിച്ചേരുന്ന കൾച്ചർ മാറി വരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ജോബ് സെൽ എന്ന് പറയുന്ന ഒരു ആശയം തന്നെ അതിൻ്റെ ഒരു എൻഫോഴ്സ്ഡ് എംപവർമെൻറ്റ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് വരുന്നത്. KMCC തന്നെ. ഞാൻ ഇതിൻ്റെ ഒരു പ്രവാസികളുടെ തലമുറ മാറ്റത്തിൻ്റെ ഒരു ചിത്രം പറയാണ്. അപ്പോൾ ഈ പൂർവ്വകാല നേതാക്കന്മാർ അവരുടെ ഡെഡിക്കേഷന്, അവർ സമർപ്പിച്ചിട്ടുള്ള അവരുടെ ജീവിതം, ത്യാഗം എന്നൊക്കെ പറയുന്നത് ഒരുപാട് ഈ ചരിത്രത്തിൻ്റെ ഇങ്ങനെ റഹ്മാൻക പറഞ്ഞു പോയ ചരിത്രത്തിൻ്റെ ഇടയിൽ ഒരുപാട് ആളുകളുടെ ജീവിതമുണ്ട്. ഈ KMCCക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ നല്ല സമയങ്ങളുണ്ട്. പക്ഷെ ആ നഷ്ടം പോലും ലാഭമായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് അവർ ജീവിതത്തിൽ അവർ കാണുന്നത്. കാരണം സന്തോഷം കിട്ടുക എന്നുള്ളതാണല്ലോ മനുഷ്യന്റെ ആത്യന്തികം. എത്ര പണം ഉണ്ടായിട്ടും സന്തോഷം, ഹാപ്പിനെസ് അവർക്ക് ലഭിച്ചുകൊണ്ടേയിരുന്നു, അവർ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഈ തലമുറ മാറ്റങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് അത് വലിയൊരു ഇഷ്യൂ ആണ്. ഇപ്പം ആ തലമുറ മാറ്റം വളരെ ഫാസ്റ്റാണ്. ഇന്ന് എങ്ങനെയാണ് പുതിയ ഇത്തരം ആളുകളെ KMCCയുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കേണ്ടത്? ഇപ്പം ഞങ്ങൾ വരുന്നത് ഒരു ക്രിക്കറ്റ് ലോഞ്ചിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. അത് ഫുട്ബോളിൻ്റെ ഇപ്പോൾ ക്രിക്കറ്റും സ്റ്റാർട്ട് ചെയ്തു. ക്രിക്കറ്റുണ്ട്, ഈ സ്പോർട്സ്, ബേസിക്കലി സ്പോർട്സ് ആയാലും കൾച്ചർ ആയാലും KMCC കാണുന്നത് ആളുകളെ KMCCയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ്. അതിൽ സ്പോർട്സ് അതിൻ്റെ ഒരു വേരിയേഷനാണ്. ഞങ്ങളുടെ KMCC അത് നടത്തുമ്പോൾ ലക്ഷ്യം അതൊരു കണക്റ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സജീവത നിലനിർത്തിക്കൊണ്ടു പോരുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലോകരാഷ്ട്രങ്ങളിൽ ഇന്ന് KMCC ഉണ്ട്. പ്രളയമായിക്കട്ടെ, കോവിഡ് ആവട്ടെ, യുദ്ധങ്ങളാവട്ടെ, ഈ 3 സമയങ്ങളിലും ഈ തൊട്ടടുത്ത ഏതാനും വർഷങ്ങളിൽ KMCC കാണിച്ചിട്ടുള്ള സന്നദ്ധ സേവനമുണ്ട്. പിന്നെ പ്രളയ സമയത്ത് നമുക്കറിയാം 100 കണക്കിനാണ് നമ്മൾ സാധനങ്ങൾ കയറ്റി അയച്ചത്. ആ കൂട്ടത്തിൽ നമ്മുടെ പലസ്തീനിലേക്കും അതുപോലെ ലോകത്ത് എവിടെയൊക്കെ ഇത് നടന്നിട്ടുണ്ടോ എല്ലാ പ്രളയബാധിത പ്രദേശങ്ങളിലേക്കും കലക്റ്റീവായിട്ട് UAE അടിസ്ഥാനത്തിൽ നമ്മളത് ചെയ്തിട്ടുണ്ട്. പിന്നെ യുദ്ധകാലത്താണ് ഈ KMCCയുടെ ഈ GCC രാജ്യങ്ങളിൽ നിന്ന് വിട്ട് അതിൻ്റെ ഓപ്പറേഷൻസ് മുന്നോട്ട് വരുന്നത്. പ്രത്യേകിച്ച് ഉക്രൈൻ യുദ്ധം വന്നപ്പം അതിൻ്റെ 3-4 ബൗണ്ടറികളിൽ ഇന്ത്യ എംബസിക്ക് ആകെ ഉള്ളത് ഒരു പോയിന്റിൽ മാത്രമാണ് അവർ എംബസി സർവീസ് ഇട്ടിട്ടുള്ളൂ. ഹംഗറി ഉണ്ട്, റുമാനിയ ഉണ്ട്. ഈ എല്ലാ രാജ്യങ്ങളിലും ഇതിന് ചുറ്റുമുള്ള ഉക്രൈന് ചുറ്റുമുള്ള 3-4 രാജ്യങ്ങളിലൂടെ ആളുകൾ പുറത്തു വരുന്നുണ്ട്. അവിടെയൊക്കെ എംബസിക്ക് വേണ്ടി ഒരു ചെക്ക് പോസ്റ്റായിട്ട് പ്രവർത്തിച്ചത് യൂറോപ്യൻ KMCC ആയിരുന്നു. അപ്പോൾ KMCC ഇന്നിപ്പോൾ നമുക്കൊരു ഒരു സ്ഥലത്ത് ഇടപെടാൻ വളരെ ഈസിയാണ്. ഇപ്പോൾ ഓസ്ട്രേലിയൻ KMCC ആണ് ഓസ്ട്രേലിയയിൽ നിന്ന് പ്രവാസികളെ കൊണ്ടുവന്നത്. ഏതാണ്ട് 5-6 ചാർട്ടർ ഫ്ലൈറ്റ് സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റാണ്. ഇവർക്കൊക്കെ വേണ്ട പിന്നെ ടെക്നിക്കൽ ഹെൽപ്പ് കൊടുക്കാൻ അന്ന് ഞങ്ങൾക്ക് കഴിഞ്ഞു. കാരണം നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞ ആളുകളായത്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അന്ന് കോവിഡ് സമയത്ത് അസർബൈജാനിൽ കുടുങ്ങിയ 39 സ്റ്റുഡൻസിനെ ദുബായ് വഴി നാട്ടിലേക്ക് എത്തിച്ചതും KMCC. ശരി. പക്ഷെ ഇതൊന്നും പൊതുവെ ജനങ്ങൾ മൊത്തം അറിഞ്ഞില്ല. ഇതിപ്പോൾ മറ്റുള്ളൊരു സംഘടനയാണെങ്കിൽ വളരെ ചെറിയ കാര്യം ചെയ്താൽ പോലും അതിനൊരു PR വർക്ക് ആദ്യം അതിന് ഡിപ്പാർട്ട്മെൻറ്റ് ജനങ്ങൾക്ക് കൊടുക്കുന്നേക്കാളും പൈസ PR കൊടുത്ത് പ്രചരണത്തിനും പബ്ലിസിറ്റിക്ക് ഉപയോഗിക്കുമ്പോൾ ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മളങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടു എന്നല്ലാതെ KMCCയുടെ ആളുകളെടുത്തോടും പറഞ്ഞു കേട്ടില്ല. ഒരു അവകാശവാദം ഉന്നയിച്ചായിട്ടും ഒരു ഇലക്ഷൻ സമയത്ത് പോലും നമ്മളെ സംബന്ധിച്ച് ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. ഒരു നിമിഷം പോലും. ഇപ്പോൾ വയനാട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വയനാട്ടിലേക്ക് പ്രത്യേക പുനരധിവാസ പദ്ധതികൾ നോക്കണമെന്നാവശ്യപ്പെട്ട സമയത്ത് തന്നെ ഞങ്ങൾ വയനാട്ടിലെത്തി. ദിവസങ്ങളോളം വയനാട്ടിൽ നിന്നു. എന്നിട്ട് UAE KMCC കൊടുത്തതെന്താ? അവിടെ ഈ 3 വാർഡുകളിൽപ്പെട്ട മുഴുവൻ യുവതീ-യുവാക്കൾക്കും ജോലി കൊടുക്കും. നല്ലൊരു സംഭവം. ജോലി കൊടുക്കാന്നുള്ള വലിയൊരു ഓഫറാണ്. അതിപ്പോൾ ഏകദേശം ആയി കഴിഞ്ഞു. അതെ.
അങ്ങനെ ഞങ്ങൾ അവിടെ നേരിട്ട് ഇൻ്റർവ്യൂ നടത്തി. റഹ്മാൻ സാഹിബും വന്നു, ഞങ്ങളവിടെ ഇൻ്റർവ്യൂ നടത്തി. ഏതാണ്ട് 50ഓളം പേര് ആ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. 50ഓളം കുട്ടി ഗൾഫിലേക്ക് കൊടുക്കാൻ, നാട്ടിലല്ല, യു എയിൽ. അപ്പം ആ യു എയിൽ കൊടുക്കാനുള്ള മുഴുവൻ ഡാറ്റാസുമായി ഇപ്പം ഓരോ ആഴ്ചകളിലും കമ്പനികളുമായി ബന്ധപ്പെട്ട് അവരെ ഗ്രൂപ്പായിട്ട് തിരിച്ചു. ഇനി അടുത്തൊരു മാസത്തിനുള്ളിൽ മിക്കവാറും അതിൽ ഭൂരിപക്ഷം പേരും ഇവിടെ എത്തും. 1-2 പേർക്ക് പിന്നെ നാട്ടിൽ പിന്നെ ഇപ്പം പ്രത്യേകിച്ച് മെഡിക്കൽ സൈഡിലുള്ള ആളുകൾക്ക് അവിടുത്തെ ഒരു ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് ഇവിടെ ഈ DHA അല്ലെങ്കിൽ MOH പോലത്തെ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവിടെ തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ ആസ്റ്റർ ഗ്രൂപ്പിൽ എൻ്റെ മെഡിക്കൽ കോളേജ് വിംസ് വയനാട്ടിലുണ്ട്. അപ്പോൾ അവരുമായി സഹകരിച്ചുകൊണ്ട് 2 പേരെ നമ്മൾ അവിടെ തന്നെ അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോകുന്നുണ്ട്. അല്ല, ഇത് ഒരു സർക്കാർ മെഷീനറിക്ക് പിന്നെ ചെയ്യാനല്ല, അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് KMCC പ്രാവർത്തികമാക്കിയത്. അത് ചിന്തിക്കാത്തൊരു കാര്യമാണ്. തൊഴിൽ അവരെല്ലാം നഷ്ടപ്പെട്ടാലൊരു ജീവിതമാർഗം ഞാൻ നേരത്തെ പറഞ്ഞ് ഞാൻ തിരിച്ചു പറയണു, മീൻ പിടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങിയെന്നർത്ഥം. അല്ല, നമ്മൾ ഈ എപ്പോഴും ഈ എംപവർമെൻറ്റിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അതൊരു ടേമാണ്. പക്ഷേ KMCCയെ സംബന്ധിച്ച് നമ്മൾ എംപവർമെൻ്റ് അല്ല, ഒരു ഫോഴ്സ്ഡ് എംപവർമെൻ്റ് തന്നെ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ഒരു സൊസൈറ്റിക്ക് എന്താണ് വേണ്ടത്? ഇപ്പം വയനാട്ടിലെ ആളുകൾ പൊതുവിൽ കർഷകരാണ്. അവർക്ക് വിത്തിട്ട് തൈയായി മരമായി വലുതായി അതിനെ പരിലാളിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയുള്ളവരാണ്. അവർ നോക്കി നിന്ന് നല്ല സബൂറുള്ള നല്ല ക്ഷമയുള്ള ആളുകളാണ്. അവർക്ക് ഈ ഒരു കലാമിറ്റി അതിജീവിക്കാൻ ഈസിയാണ്. അതെ, ആദ്യം തന്നെ പ്രതിസന്ധികളെ പിന്നെ തരണം ചെയ്തുകൊണ്ടല്ല അവിടെ അവർക്ക് ഈ വെയിറ്റിംഗ് മെന്റാലിറ്റി ഉണ്ട്. അവർ ഒരു വിത്തിട്ട് കഴിഞ്ഞാൽ നാളെ തന്നെ അത് പോയി തുറന്നു നോക്കുന്നവരല്ല. അത് തൈയായി വളരാനും മരമായി മാറാനും ഒക്കെയുള്ള സമയം കൊടുക്കുന്നവരാണ്. നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ മെട്രോ സ്റ്റേഷനിലേക്ക് ചെന്നാൽ നമുക്ക് ആദ്യം ഒരു ട്രെയിന് പോയി അടുത്ത ട്രെയിന് 3 മിനിറ്റ് കാണിച്ചാൽ പോലും നമുക്ക് വലിയ അസഹിഷ്ണുത നമ്മുടെ ഒരു മെൻറ്റാലിറ്റിയും അവരുടെ മെൻറ്റാലിറ്റിയും വ്യത്യാസമുണ്ട്. അപ്പം അത് അവരുടേതായ ഒരു അതിജീവനത്തിൻ്റെ മാർഗമാണ്. പക്ഷെ ഇവിടെ KMCC 50 പേർക്ക് ജോലി കൊടുക്കുന്നതിലൂടെ നമ്മൾ കൊണ്ടുവരുന്നത് ഒരു ഫോഴ്സ്ഡ് എംപവർമെൻ്റ് ആണ്. അതിപ്പോൾ നമുക്കറിയാം, ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലുമൊക്കെ പാശ്ചാത്യ രാജ്യങ്ങൾ അന്ന് അവരുടെ അറിവുകേടിൻ്റെ ഒരു തിരിച്ചു കൊടുക്കലായിട്ട് ആ ജനതയോട് ചെയ്തത് അവർക്ക് പെട്ടെന്ന് സംരംഭകത്വവും ജോലിയും, അതായത് സാമ്പത്തികമായിട്ടുള്ളൊരു ശേഷി വർധനവ് ഉണ്ടാക്കലായിരുന്നു. അതുമൂലമാണ് പിന്നെ തകർന്നടഞ്ഞ 2 രാജ്യങ്ങൾ മുന്നോട്ട് വന്നത്. അപ്പോൾ ഏതാണ്ട് സമാനമായിട്ടുള്ള അപ്രോച്ചാണ് ഞങ്ങൾ ഇതിലെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പം മുമ്പ് ദുബായ് KMCCയുടെ ജോബ് സെല്ലിലൂടെ ഏതാണ്ട് ഒരു 3000-3500 പേർക്കാണ് നമ്മൾ തൊഴിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെറുതെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, എന്താണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്കണോമിക്കൽ പവർ എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു ആവറേജ് സാലറി വെച്ചിട്ട് ഒരു 2000-ഓ 2500-ഓ വെച്ച് കൂട്ടിയാൽ പോലും ഇത് ഇന്ത്യൻ രൂപയിലേക്ക് ഇത് ചെയ്യും. അതെ, ചെയ്യുമ്പോൾ 3000 × 2000, അപ്പോൾ തന്നെ നമുക്ക് 60 മില്യണോളം വരും. അത് ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറുമ്പോൾ 100-120 കോടി പെർ മന്ത് വരും. അതൊരു കൊല്ലത്തേക്കാകുമ്പോൾ 1000 കോടിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു എക്കണോമിക് ഒരു ഫിനാൻഷ്യൽ ആക്ടിവിറ്റി ഈ ഇത്തരം കുടുംബങ്ങളിലേക്കാണ് എത്തുന്നത്. ഈ 3000 കുടുംബങ്ങളിലേക്കാണ് ഈ പറയുന്ന 100 കോടി കൊല്ലങ്ങളിൽ അവർ ഹാൻഡിൽ ചെയ്യണത്. ഇത് ഏത് രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും? സാധാരണ ഗവൺമെന്റിന്റെ ഏത് സഹായമാവട്ടെ, അതിന് ലിമിറ്റ് ഉണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് ഇടത്തരക്കാരിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ശേഷിയുള്ള ആൾ ലോകത്ത് 1ാം സ്ഥാനം മലപ്പുറം ജില്ലക്കാണ്. അതെല്ലാം ഈ പ്രവാസികളുടെ ഫണ്ട് തന്നെയാണ്. പക്ഷെ അവിടെ പറയുമ്പോഴും ഇപ്പോൾ പ്രവാസികൾക്ക് പണം അയക്കണമെങ്കിൽ 15-20 ദിർഹം ഫീസ് കൊടുക്കണം. ഇതൊക്കെ ഗവൺമെന്റിന് വേണമെങ്കിൽ ഇളവ് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ എനിക്കൊന്നും നേപ്പാളിലേക്കും ബംഗ്ലാദേശിലേക്കൊന്നും ഒരു ഉറുപ്പ് കൊടുക്കണ്ട. ഇന്ത്യ ഗവൺമെന്റ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നില്ല. അല്ല, ഇവിടെ ഇപ്പം നമ്മളെ ഒരു മെൻറ്റാലിറ്റി അനുസരിച്ച് നമ്മൾ ഗവൺമെൻറ്റിനെ നോക്കി നിൽക്കുന്നില്ല. ഇപ്പം വയനാട്ടിൽ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആരും ഗവൺമെൻറ്റിനെ നോക്കി നിന്നിട്ടില്ല. ഗവൺമെൻറ് മറ്റുള്ളവരെന്താ ചെയ്യുന്നത് നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. കാരണം ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്, ഗവൺമെൻറ് മിഷനറികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഇതെല്ലാം തന്നെ ആദ്യമായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ ഇതിലൊരു പരിചയമില്ലാത്ത കുറേ ആൾക്കാരാണ്.
അവർ ചിലപ്പം കളക്ടേഴ്സ് ആയിരിക്കാം, സബ് കളക്ടേഴ്സ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും നിലയ്ക്കുള്ള റവന്യൂ ഉദ്യോഗസ്ഥന്മാരായിരിക്കാം. എല്ലാം മനുഷ്യരാണ്. ഇതൊന്നും പിന്നെ പഠിച്ചിട്ടല്ലല്ലോ അവർ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതറിയുന്ന തദ്ദേശീയരായ ആൾക്കാർ, ഇല്ലെങ്കിൽ ഇത്തരം രാഷ്ട്രീയ സംഘടനകൾ, അവരെ സംബന്ധിച്ച് പല ഭാഗങ്ങളിൽ നിന്നുള്ള എക്സ്പീരിയൻസുകളുടെ ഒരു എക്യുമുലേഷനാണ്. ഇപ്പോൾ വയനാട്ടിൽ പ്രവർത്തിച്ച വൈറ്റ് ഗാർഡിൻ്റെ അംഗങ്ങളൊന്നും വയനാട്ടുകാരല്ല, അല്ലല്ല, അവർ മറ്റ് ജില്ലകളിൽ നിന്ന് അനുഭവ സമ്പന്നരായ ആൾക്കാരാണ്. അതുപോലെ വയനാട്ടിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും വയനാട്ടിലെ ആൾക്കാരല്ല, അത് ലീഗ് കമ്മിറ്റിയെ സംബന്ധിച്ച് പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പറ്റും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏതാണ്ട് സമാനമായിട്ട് അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അവിടെ ഇരിക്കുന്ന കലക്ടർ, അവിടെയുള്ള SP, ഇവരെ മാറ്റി വേറൊരു എക്സ്പീരിയൻസ്. പക്ഷെ അവിടെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന KMCC പോലെ സംഘടനകൾ ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞ അവിടെ ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നു. ഈ ടൗൺഷിപ്പ് ഒരു സ്ഥലത്ത് ഇത് ഏകീകരിച്ച് കൊണ്ടുവരാനാൽ കുറേ പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ട്. അതുമാത്രമല്ല, ഇതുവരെയുള്ള ഈ സർക്കാർ, ഇതൊരു വിമർശനം ആയിക്കോട്ടെ, പറയാതിരിക്കാൻ പറ്റില്ല, ഇതുവരെയുള്ള സർക്കാരിൻ്റെ നിലപാടനുസരിച്ച് ഊരാലുങ്കൽ പോലത്തെ ഒരു സ്വന്തം കമ്പനിക്ക് ടെൻഡർ കൊടുത്താൽ ഒരു ചാണകക്കുഴിക്ക് 3.5 ലക്ഷം രൂപ ചിലവായ ആളുകളാണ്. ഞാൻ എങ്ങനെ കണക്കൂട്ടിയിട്ടും ഏത് ചാണകക്കുഴിയാണെങ്കിലും ഒരു 50,000 രൂപയുടെ 10-25,000 രൂപയ്ക്ക് തീരുന്ന ചാണകക്കുഴി മുഖ്യമന്ത്രിയുടെ ഇത് വിമർശനമാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അതിന് 3.5 ലക്ഷം രൂപ ചിലവഴിച്ചപ്പോൾ ഇതുപോലത്തെ സംഘടനാ തലത്തിലല്ലാതെ സർക്കാരിലേക്ക് കൊടുത്ത ഫണ്ട് എവിടെ തികയാനാണ്? ഒരു ചാണകക്കുഴിയുടെ കണക്ക് കൂട്ടിയാൽ അവിടെ ഒരു വീടിന് എത്രയാണ് ബജറ്റ് എഴുതാന്നറിയില്ല. അപ്പോൾ KMCC വയനാടിനെ സംബന്ധിച്ച് ഇപ്പം നമ്മളിപ്പോൾ ഈ ബാധിത പ്രദേശങ്ങളിൽ പോയപ്പം ഞാൻ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന ഇതിൻ്റെ ഉത്ഭവ സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് ഇറങ്ങി ഇങ്ങനെ വരിക. അപ്പം അതിൻ്റെ ഉത്ഭവം എങ്ങനെയാണ് അവിടെ നാശം വിതച്ചിട്ടുള്ളത്, അത് താഴത്തോട്ട് എങ്ങനെയാണ് എത്തിയത്, എന്തുകൊണ്ടാണ് ഇതിൻ്റെ നദിക്കരയിലുള്ള അല്ലെങ്കിൽ പുഴക്കരയിൽ ഉള്ള ആളുകളിൽ നിന്ന് ഭിന്നമായി മേൽഭാഗത്തുള്ളവർക്ക് കൂടുതൽ അപകടം പറ്റി, ഇതൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പോൾ അതൊരു അൺപ്രസിഡൻറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ സാധാരണ കുടുംബങ്ങളല്ല, അത്യാവശ്യം ശേഷിയുള്ള ആൾക്കാരാണ് ഈ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവർക്ക് വീട് മാത്രമല്ല, അവരുടെ സമ്പത്തും അവരുടെ ഭൂമിയും. കാരണം അവർ കൃഷി ചെയ്ത അവരുടെ ഭൂമി 1, 2, 3 ഏക്കറുള്ള ഭൂമികൾ ആൾക്കാരുണ്ട്. എല്ലാവർക്കും സാമാന്യമായി നല്ല വീടുകളുണ്ട്. കാരണം തകർന്ന വീടുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം 2000-3000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടുകളാണ്. ഒരു 1-2 കാറുകൾ അവരുടെ എല്ലാവരുടെയും മുറ്റത്തുണ്ട്. അപ്പം അത്തരം ഉള്ള ആളുകളെ കേവലം ഒരു കോളനിവൽക്കരിച്ചുകൊണ്ട് നിൽക്കാൻ അവർ തയ്യാറല്ല. ഒരൊറ്റ നിമിഷം കൊണ്ട് അവരൊക്കെ ദരിദ്രരായി മാറി. അപ്പം അങ്ങനത്തെ വാഹനമൊക്കെ നഷ്ടപ്പെട്ടവർക്ക് വണ്ടിയൊക്കെ ഇപ്പോൾ KMCCയും ലീഗ് കമ്മിറ്റിയും കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരുപാട് ആളുകൾ അവരുടെ ഓട്ടോറിക്ഷ ആണെങ്കിലും ജീപ്പാണെങ്കിലും സ്കൂട്ടർ ആണെങ്കിലും ഒക്കെ കൊടുത്തായിട്ട് നമ്മൾ നിരന്തരം വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം പൊതുമാപ്പിൽ നമ്മൾ ചെയ്തല്ലോ. അപ്പോൾ പൊതുമാപ്പിലും ഇപ്പോൾ നമുക്കറിയാം 2018 ശേഷം പിന്നീട് വരുന്ന ഒരു പൊതുമാപ്പാണിത്. അപ്പോൾ ഈ ഒരു പൊതുമാപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോവിഡിന് ശേഷം വരുന്ന ഒരു പൊതുമാപ്പാണ്. അപ്പോൾ കോവിഡിന് ശേഷം വരുന്ന ഒരു പൊതുമാപ്പ് ആയതുകൊണ്ട് തന്നെ കോവിഡിൻ്റെ ശേഷമുള്ള ലോകക്രമത്തിൻ്റെ എല്ലാ പരിക്കുകളും ഈ ഒരു പൊതുമാപ്പിൽ നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും. ഇപ്പോൾ ഞങ്ങളുടെ ഒരു KMCC തലത്തിലുള്ള ഒരു അവലോകനത്തിൻ്റെ കണ്ടെത്തൽ എന്താണെന്ന് വെച്ചാൽ, ബ്ലൂ കോളർ ആളുകളിൽ നിന്ന് ഭിന്നമായി ഇത്തവണ ലോവർ മിഡിൽ ക്ലാസ് ആയ ആൾക്കാരായിരിക്കും കൂടുതലും അതിൻ്റെ ഉപയോഗം വേണ്ടി വരിക. കാരണം പ്രത്യേകിച്ച് കേസുകളുള്ളവരുണ്ട്. അതുപോലെ ഈ കേസുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ പേപ്പറുകൾ പ്രത്യേകിച്ച് റെഗുലറൈസ് ചെയ്യാൻ പറ്റാതെ, മീൻസ് വിസ അടിക്കാൻ പറ്റാതെ, പാസ്പോർട്ട് പുതുക്കാൻ പറ്റാതെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇവരിൽ കൂടുതലും ഈ ചെറിയ ബിസിനസ് ഓണേഴ്സ് കുടുങ്ങിക്കിടക്കുകയാണ്. ചെറിയ ബിസിനസ് ഓണേഴ്സ് അവരുടെ ചില പ്രോബ്ലം കൊണ്ട് അവർക്ക് കമ്പനി പുതുക്കാൻ പറ്റാത്തതുകൊണ്ട് വിസ അടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഉള്ള പ്രോബ്ലംസ് ഒക്കെ ഇത് തീരും. ഇതിൽ സാമ്പത്തികമായിട്ടുള്ള കേസുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്താലാണ് ഈ രാജ്യം വിട്ടുപോകാൻ പറ്റും. അതിൽ ഏകദേശം എത്ര മലയാളികൾ ഉണ്ടാവും? രാജ്യം വിട്ടുപോകാൻ പറ്റുള്ളൂ. രാജ്യം വിട്ടുപോകാതെ തന്നെ ഈ കേസിലുള്ളവർക്ക് അവരുടെ സ്റ്റാറ്റസ് ചേഞ്ചൊക്കെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. ശരി, അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് കേസുണ്ട് അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് ഇനി പോകാൻ നടക്കില്ല എന്ന് പറയുമ്പം പോകുന്നത് രണ്ടാമത്തെ വിഷയം. ആദ്യം നമ്മൾ റെഗുലറൈസ് ചെയ്യുക. നമ്മളൊരു പേപ്പറൊക്കെ ഉള്ള ഒരു യഥാർത്ഥ സിറ്റിസനാണ് എന്നുള്ള രൂപത്തിലേക്ക് കൊണ്ടുവരിക.
അപ്പോൾ കുട്ടികൾക്കുള്ള ഇപ്പോൾ കുട്ടികൾ ജനിച്ചിട്ടുണ്ട്, ധാരാളം കുട്ടികൾക്ക് പിന്നെ Documents ഒന്നും- ഉണ്ട്, അപ്പോൾ ഹോസ്പിറ്റലിൽ ഇല്ലാതെ ജനിച്ചിട്ടുണ്ട്. അത്തരം കേസുകളുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് അടുത്ത് വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ഇല്ലാത്ത കേസുകൾ. ചെറിയ കുട്ടികൾ. അപ്പം കൃത്യമായിട്ട് ഗവൺമെൻറ് പറഞ്ഞു നിങ്ങൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക. എംബസി പറഞ്ഞു ബർത്ത് സർട്ടിഫിക്കറ്റും കൊണ്ടുവന്ന അപ്പം പാസ്പോർട്ട് തരാം. ഇന്നലെ CG മീറ്റിംഗ് കഴിഞ്ഞിരുന്നു, ഞങ്ങൾ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ CG അവരെ ഇപ്പം 2 കാര്യങ്ങളാണ് നമുക്ക് പിന്നെ ഈ ആംനസ്റ്റിയുമായി ബന്ധപ്പെട്ട് വരിക. ഒന്ന് എക്സിറ്റ് പാസ്, അത് ദുബായ് ഗവൺമെൻറ് UAE ഗവൺമെൻറ് തരേണ്ടതാണ്. രണ്ടാമത്തേത് നമുക്ക് ട്രാവൽ ഡോക്യുമെൻ്റ്, അതാണ് ഇന്ത്യൻ എംബസി, ഇന്ത്യക്കാർക്കാണെങ്കിൽ ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ കോൺസുലേറ്റും. അപ്പം ട്രാവൽ ഡോക്യുമെൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പുകളും ഇപ്പോൾ ഇന്ത്യൻ കോൺസുലേറ്റ് തയ്യാറാക്കി കഴിഞ്ഞു. അവിടെ ഫോട്ടോ എടുക്കാനുള്ള ഫെസിലിറ്റികൾ, ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റികൾ എല്ലാം ഉണ്ട്, എല്ലാം ഫ്രീ ആണ്. ഇതിനൊന്നും ഇന്ത്യൻ എംബസി കോൺസുലേറ്റ് ചാർജ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ നമ്മുടെ ജാഫിലിയയിലാണെങ്കിൽ എല്ലാം കൂടിയുള്ള വലിയ ഫെസിലിറ്റി ദുബായ് ഗവൺമെൻറ്റും ചെയ്തു കഴിഞ്ഞു. ദുബായ് ഗവൺമെൻറ്റിലും എല്ലാ ഫെസിലിറ്റിയും. ഇന്നു മുതലാണ് അത് സ്റ്റാർട്ട് അതെ. അപ്പോൾ ഒരാൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ എന്താണ്, ചിലർക്ക് സ്ട്രൈറ്റ് ഇഷ്യൂസ് ആയിരിക്കും, ചിലർക്ക് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ആയിരിക്കും. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസിന് പുറത്തുള്ള ഒരാൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. അത് ആൻസർ ചെയ്യണമെങ്കിൽ ഈ ഒരു കൂടിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ 2-3 തവണ അതിൻ്റെ അകത്തേക്ക് നടന്നു കളിച്ചാൽ തീരാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. അപ്പോൾ അധികം വാക്കിംഗ് പോലും കൊടുക്കാതെയാണ് ഇവർ നടത്തുന്നത്. പിന്നെ നമ്മുടെ ഒരു കണക്കനുസരിച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ആംനസ്റ്റിക്ക് 2018 1 ലക്ഷം പേരാണ് ദുബായ് എമിറേറ്റ്സിൽ നിന്ന് ഇതിൻ്റെ ബെനിഫിറ്റ് എടുത്തിട്ടുള്ളത്. അതിൽ 4000 പേരാണ് ഇന്ത്യക്കാർ ഈ പ്രത്യേക എമർജൻസി സർട്ടിഫിക്കറ്റുമായി നാട്ടിൽ പോയിട്ടുള്ളൂ. ശരിയാണ്. 1 ലക്ഷം മൊത്തത്തിൽ മലയാളികളല്ല, ഇന്ത്യക്കാർ തന്നെ 4000 പേരാണ് എക്സിറ്റ് അടിച്ച് പോയിട്ടുള്ളൂ. ബാക്കി അതിൻ്റെ എത്രയോ മടങ്ങ് ഇവിടെ തന്നെ റെഗുലറൈസ് ചെയ്ത് സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തിട്ട് ഇവിടെയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഏതാണ്ട് ഇതേ ഒരു കാൽക്കുലേഷൻ തന്നെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ഈ അഫക്റ്റഡ് ക്ലാസ് മാറി. പണ്ടത് ഒരു പക്കാ ബ്ലൂ കോളർ ഇഷ്യൂ ആണെങ്കിൽ ഇന്ന് ആ ബ്ലൂ കോളർ ഇഷ്യൂ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലോവർ മിഡിൽ ക്ലാസ് നന്നായിട്ട് എഫക്റ്റ് ചെയ്യാൻ പോവാണ്, ഫേസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിന് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും KMCC അവിടെ ചെയ്യും. എല്ലാ സൗകര്യങ്ങളും KMCC ചെയ്യുന്നുണ്ട്. ഇവർക്ക് നിയമപരമായതാണ് അങ്ങനെ, അതല്ല ഇനി എവിടെയെങ്കിലും പോകാൻ ആൾ കൂടെ വേണമെങ്കിൽ അങ്ങനെ. KMCCൻ്റെ വളണ്ടിയർമാർ തന്നെ ഇന്ത്യൻ കോൺസുലേറ്റിലുണ്ടാവും. 7 പേരെ ഒഫീഷ്യൽ വളണ്ടിയർമാരായിട്ട് ഇന്ത്യൻ കോൺസുലേറ്റ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ തന്നെ ഉണ്ടാവും. ഇനി ഇവരെ കൂടെ പോകണമെങ്കിൽ പോകാം. കാരണം എക്സിറ്റ് ട്രാവൽ ഡോക്യുമെൻ്റ് കിട്ടണമെങ്കിൽ അവിടെ പോകണമല്ലോ. ഇനി ഇവിടെ നമ്മുടെ ആമർ സെൻറ്ററിലോ അല്ലെങ്കിൽ പുറത്തുള്ള ഈ ജാഫിലിയയിലുള്ള സെൻറ്ററുകളിലോ പോകണമെങ്കിൽ സഹായം വേണമെങ്കിൽ കൂടെ പോകാനും KMCC വളണ്ടിയർമാരുണ്ട്. ബാക്കി സൗകര്യങ്ങളൊക്കെ പിന്നെ ഇപ്പോൾ ടിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ കേസ് ടു കേസ് ആയിട്ട് ചെയ്യാൻ തന്നെയാണ് KMCC തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിങ്ങനെ എത്ര ടിക്കറ്റ് കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതിനേക്കാൾ നല്ലത് വരുന്നവർക്കെല്ലാം ആവശ്യമായ കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അത് ഇന്ത്യൻ എംബസി കൊടുക്കുന്നുണ്ട്, KMCC കൊടുക്കുന്നുണ്ട്, നോർക്കയും ഇന്നലെ നടന്ന മീറ്റിങ്ങിൽ കൊടുക്കാം എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഇത്തരം 3 സംവിധാനങ്ങളിലൂടെയുള്ള ടിക്കറ്റുകൾ ചാർജുകളൊക്കെ കൊടുക്കാൻ സാധിക്കും. ഓരോ സ്റ്റേറ്റിലും KMCCക്ക് ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. ഡെസ്കുകളുണ്ട്. അതായത് ഇപ്പം ഫുജറയിലുണ്ട്, ഷാർജയിലുണ്ട്, പിന്നെ റാസൽ ഖീമ, ഉമ്മുൽ ഖുവൈൻ, അലേൻ, അപ്പം ഈ ദിബയിലടക്കം നമ്മൾ സ്പെഷ്യൽ ഹെൽപ്പ് ഡെസ്കിന് വേണ്ടി നമ്മൾ പിന്നെ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്യും.